ഹലോ നമസ്കാരം, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാർച്ച് മാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളെല്ലാവരും പണം കൈമാറുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേയും പലതരത്തിലുള്ള ആപ്പുകളും വഴിയാണ്, അല്ലേ? എന്നാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ നിയമപ്രകാരം ദീർഘകാലമായി റീചാർജ് ചെയ്യാതെ വെച്ചിരുന്ന മൊബൈൽ നമ്പറുകളിൽ നിന്നും നിങ്ങൾക്കിനി ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല. അതായത് UPIയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ദീർഘകാലമായിട്ട് പലതരത്തിലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ ഇനി അതായത് ഏപ്രിൽ 1 മുതൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല. അടുത്തതായിട്ടുള്ള അറിയിപ്പ്, വനിതകൾക്കും പെൺകുട്ടികൾക്കും ഉയർന്ന പലിശ കിട്ടുന്ന ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതിയിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം മാർച്ച് 31. ഇതിൽ കുറഞ്ഞ നിക്ഷേപം 1000 രൂപയും മാക്സിമം നിക്ഷേപം 2 ലക്ഷം രൂപയും വരെയാണ്. ഈ ഒരു ഡിപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ നിരക്ക് വരുന്നത് 7.5%. അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പിങ്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള അറിയിപ്പാണ് കേട്ടോ. ഈ 2 കാർഡുകാരും അവരുടെ മസ്റ്ററിങ് ഈ മാസം മാർച്ച് 31 മുമ്പായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട്. ഇത് പൂർത്തിയാക്കാത്ത അംഗങ്ങളുടെ റേഷൻ വിഹിതം ഏപ്രിൽ മാസം 1 തീയതി മുതൽ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പം മാർച്ച് മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്